ഓക്കെ, ഇന്ന് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഓൾട്ടർനേറ്ററിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ എന്നുള്ള ടോപ്പിക്കാണ് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 3 മെത്തേഡ്സ് വെച്ചിട്ട് വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ആദ്യം വോൾട്ടേജ് റെഗുലേഷൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് ആൻ ഓൾട്ടർനേറ്റർ മേ ബി ഡിഫൈൻഡ് ആസ് the change in voltage from no load to full load expressed as full load voltage. Okay, അപ്പോൾ നമുക്ക് ഇക്വേഷൻ കൊണ്ട് പെർസെൻറ്റേജ് റെഗുലേഷൻ ഈസ് ഈക്വൽ ടു E0 മൈനസ് വി ഡിവൈഡഡ് ബൈ വി ഇൻറ്റു 100. E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് EMF ഇൻഡ്യൂസ്ഡ്. അപ്പോൾ ഓൾട്ടർനേറ്ററിനകത്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF ആണ് E0, അല്ലെങ്കിൽ നോ ലോഡ് വോൾട്ടേജ്. ഓക്കെ, നമുക്ക് ലോഡൊന്നും ഇല്ലാത്ത സമയത്ത് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് നമുക്ക് നോ ലോഡ് വോൾട്ടേജ് ആക്കി കൺസിഡർ ചെയ്യാം. ഇത് ലോഡ് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്ററിന് വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടും, അതാണ് ടെർമിനൽ വോൾട്ടേജ്. സോ വി ഈസ് എ ടെർമിനൽ വോൾട്ടേജ്, ഇറ്റ് ഈസ് നോ ലോഡ് വോൾട്ടേജ്. സോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ടെർമിനൽ വോൾട്ടേജ് ഓർ ഫുൾ ലോഡ് വോൾട്ടേജ്. ഓക്കെ, ഇൻറ്റു 100% ആക്കാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റു 100 ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾട്ടർനേറ്റർ ആദ്യം ഇപ്പോൾ നോ ലോഡിലാന്ന് വിചാരിക്കുക. അപ്പോൾ ആർമേച്ചർ കറണ്ട് ഉണ്ടാവില്ലല്ലേ. സോ ഓപ്പൺ സർക്യൂട്ടാണ്, കറണ്ട് കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് ലോസസ് കുറവായിരിക്കും, ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഫുള്ളായിട്ട് നമുക്ക് ടെർമിനലിൽ കിട്ടും. പക്ഷേ ലോഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, നോർമലി വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും, കാരണം ലോസസ് കൂടുതലുണ്ടാവും. അപ്പോൾ ലോസസ് കാരണം വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കുറയുമല്ലോ. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റർ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഈ നോ ലോഡ് തൊട്ട് ഫുൾ ലോഡ് വരെ ലോഡ് വേരി ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്ററിലെ വോൾട്ടേജ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നോക്കുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 415 വോൾട്ടാന്ന് വിചാരിക്കുക. ഓക്കെ, 415 വോൾട്ടേജ് ഓൾട്ടർനേറ്റർ ജനറേറ്റ് ചെയ്തു. ലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വേരിയേഷൻ ഒരു വളരെ ഇപ്പോൾ 415 എന്നുള്ളത് 380 330 ലെവലിലൊക്കെ ഒന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ±5% വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകായിരിക്കും. അപ്പോൾ ആ റെഗുലേഷൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിനകത്ത് ഇപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ദ ചേഞ്ച് ഇൻ വോൾട്ടേജ് ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ് എക്സ്പ്രസ്ഡ് ആസ് ഫുൾ ലോഡ് വോൾട്ടേജ്. പെർസെൻറ്റേജ് റെഗുലേഷൻ ഇക്വേഷൻ E0 മൈനസ് വി ബൈ വി ഇൻറ്റു 100. അടുത്തത് നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സാണ്. 2 മെത്തേഡ്സാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഓൾട്ടർനേറ്റർ എന്ത് ചെയ്യും, നോ ലോഡിൽ റീഡിങ് എടുക്കുക, റൺ ചെയ്തിട്ട് നോ ലോഡിൽ EMF വോൾട്ടിമീറ്റർ വെച്ച് മെഷർ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ ലോഡ് കൊടുത്ത് നോക്കണം. ലോഡ് കൊടുത്തിട്ട് ഡയറക്റ്റ് ലോഡ് കൊടുക്കുക, എന്നിട്ട് ടെർമിനൽ വോൾട്ടേജ് ഇതേപോലെ മെഷർ ചെയ്യുക, എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതാണ് ഇൻ ദിസ് മെത്തേഡ് ഓൾട്ടർനേറ്റർ ഈസ് ഡയറക്റ്റ്ലി ലോഡഡ് ആൻഡ് നോ ലോഡ് EMF and the terminal voltage we are measured to calculate the voltage regulation. അപ്പോൾ ഡയറക്റ്റ്ലി ലോഡ് കൊടുത്തിട്ടാണ് ആദ്യം നോ ലോഡ് റീഡിങ് എടുക്കുക, ലോഡ് കൊടുത്തിട്ട് റീഡിങ് എടുക്കുക. ഓക്കെ, എന്നിട്ട് E0 മൈനസ് വി ബൈ വി ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റേജ് റെഗുലേഷൻ കിട്ടും. ഇവിടെ എന്താ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് വെച്ചാൽ വലിയ റേറ്റിംഗ് ഉള്ള മെഷീൻസിലൊക്കെ വോൾട്ടിമീറ്റർ കൊടുത്തുമ്പോൾ നമുക്ക് എന്താണ് പവർ വെറുതെ എനർജി കൺസംഷൻ കൂടുതലുണ്ടാവുള്ളൂ. ലാർജ് കൺസ്യൂം മോർ പവർ, അത് എഴുതിയിരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ റേറ്റിംഗ് ഓൾട്ടർനേറ്റേഴ്സ് ബിക്കോസ് ലാർജ് റേറ്റിംഗ് ഓൾട്ടർനേറ്റർ കൺസ്യൂം മോർ പവർ and it is also difficult to provide such a huge load to the alternator. അപ്പോൾ ഈ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൊക്കെ ഉള്ള ആൾട്ടർനേറ്റർ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വീടുകളൊക്കെ ആയിരിക്കും അല്ലേ, ഒരു സബ്സ്റ്റേഷനൊക്കെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അത്രയും ലോഡ് കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് ഡയറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് സ്മോൾ റേറ്റിംഗിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ റേറ്റിംഗ് വരുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ്സാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ആൻഡ് എക്കണോമിക്കൽ ഫോർ ലാർജ് റേറ്റിംഗ് ഓൾട്ടർനേറ്റേഴ്സ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലോഡ് കൊടുക്കുന്നില്ല. ലോഡ് കൊടുക്കാതെ തന്നെ ആർമേച്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓൾട്ടർനേറ്ററിൻ്റെ ഈ റെഗുലേഷൻ കണ്ടുപിടിക്കാനുള്ള കുറച്ച് മെത്തേഡ്സാണ്. ലോഡ് നമ്മൾ കൊടുക്കുന്നില്ല, നോ ലോഡ് റീഡിങ് മാത്രം എടുത്തിട്ട് പിന്നെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, അപ്പോൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യണം അതിന്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഓരോ ലോഡിലും എത്ര വോൾട്ടേജ് റെഗുലേഷൻ വരും, ലാഗിങ് പവർ ഫാക്ടർ എത്രയായിരിക്കും, ലീഡിങ് പവർ ഫാക്ടർ എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഇമ്പോർട്ടൻറ്റ്. ഇൻഡയറക്റ്റ് മെത്തേഡിലാണ് നമ്മൾ 3 മെത്തേഡ്സ് പഠിക്കാനുണ്ട്. ഒന്ന് സിങ്ക്രണസ് ഇംപിഡൻസ് മെത്തേഡ്, ഓക്കെ, അല്ലെങ്കിൽ EMF മെത്തേഡ് എന്ന് പറയും. അടുത്തത് ആംബിയർ ടേൺ മെത്തേഡ് ഓർ MMF മെത്തേഡ് എന്ന് പറയും. പിന്നെ മൂന്നാമെന്ന് വെച്ചാൽ സീറോ പവർ ഫാക്ടർ മെത്തേഡ് ഓർ പോട്ടിയർ മെത്തേഡ്.
അപ്പോൾ ഈ മൂന്നെണ്ണമാണ് മെയിനായിട്ടും പഠിക്കാനുള്ളത്. സിങ്ക്രണസ് ഇമ്പിഡൻസ് മെത്തേഡ് ഓർ EMF മെത്തേഡ്, ആംബിയന്റ് ടൈം മെത്തേഡ് ഓർ MMF മെത്തേഡ്, സീറോ പവർ ഫാക്ടർ മെത്തേഡ് ഓർ പോർട്ടിയർ മെത്തേഡ്. ഓക്കെ, സോ ഈ ഓരോ മെത്തേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഓൾട്ടർനേറ്ററിനെ കുറച്ച് ടെസ്റ്റുകൾ പഠിക്കണം. നമുക്ക് ഈ സിങ്ക്രണസ് EMF മെത്തേഡോ MMF മെത്തേഡോ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കുറച്ച് റീഡിങ്സ് വേണം. ഓക്കെ, സോ ഇൻഡയറക്റ്റ് മെത്തേഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് റീഡിങ്സ് വേണം. അപ്പോൾ അതിനെന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ നമുക്ക് മെയിനായിട്ട് വേണ്ട ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമേച്ചർ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, ആർമേച്ചർ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വോൾട്ട്മീറ്റർ അമ്മീറ്റർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് DC കൊടുത്ത് വൈൻഡിങ്ങിൻ്റെ V/I R = V/I ആ മെത്തേഡ് വെച്ച് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം ആർമേച്ചറിൻ്റെ. പിന്നെ നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ നമുക്ക് എന്ത് കിട്ടും? നോ ലോഡ് വോൾട്ടേജ് കിട്ടും. ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ ഇപ്പോഴത്തെ ട്രാൻസ്ഫോമറിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ റേറ്റഡ് കറണ്ട് വരെയാണ് ചെയ്യുക. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് റേറ്റഡ് വോൾട്ടേജ് വരെയും ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് അല്ലെങ്കിൽ നമുക്ക് മൊത്തം കിട്ടുന്ന വോൾട്ടേജ്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടിൽ നോ ലോഡ് EMF കിട്ടും. ഷോർട്ട് സർക്യൂട്ട് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് ഓരോ മെത്തേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ആർമേച്ചർ റെസിസ്റ്റൻസ് ടെസ്റ്റ്, ഇതിപ്പോൾ വളരെ അത്ര വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് ഓൾറെഡി അറിയാവുന്നത് എന്താണ്? ദിസ് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഡിറ്റർമൈൻ ദ ആർമേച്ചർ റെസിസ്റ്റൻസ് ഓഫ് ദ ഓൾട്ടർനേറ്റർ. ദ ആർമേച്ചർ റെസിസ്റ്റൻസ് പെർ ഫേസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ വോൾട്ട്മീറ്റർ അമ്മീറ്റർ മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ യൂസിങ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, നമുക്ക് മീഡിയം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ലോ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഓം മീറ്റർ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ട്മീറ്റർ റീഡിംഗ് ബൈ അമ്മീറ്റർ റീഡിംഗ്. ഇതൊക്കെ സാധാരണ നോർമലി നമ്മൾ പഠിച്ചിട്ടുള്ള കണക്ഷൻസാണ്. ഓക്കെ, സോ അതാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാത്തത്. സോ R = V/I. അങ്ങനെ നമ്മൾ അണ്ടർ റണ്ണിങ് കണ്ടീഷൻ, ഇപ്പോൾ നമ്മൾ RA എടുത്തു ഉണ്ടല്ലേ. സോ നമ്മളിവിടെ RDC എന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ DC മെഷർ, ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളിതിലൊരു ബാറ്ററി എടുത്തു, ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് കൊടുത്തിട്ട് അമ്മീറ്ററും വോൾട്ട്മീറ്ററും, എന്നിട്ട് ആർമേച്ചറിനെ ക്രോസ് കണക്ട് ചെയ്തു. നമ്മൾ ഈ റെസിസ്റ്റൻസ് വാരി ചെയ്ത് ഡിഫറൻറ്റ് വോൾട്ടേജും കറണ്ട് കൊടുക്കും. V/I ചെയ്താൽ R കിട്ടും അല്ലേ. ഇപ്പോൾ ഇവിടെ ആൾട്ടർനേറ്റർ റണ്ണിങ് കണ്ടീഷനിലല്ല. ഓക്കെ, നോർമൽ റണ്ണിങ് കണ്ടീഷനിലല്ല നമ്മൾ ആർമേച്ചർ റെസിസ്റ്റൻസ് എടുക്കുക. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചറാണ് ഒരു പ്രോബ്ലം. ഈ നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ ആൾട്ടർനേറ്റർ റണ്ണായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ ആൾട്ടർനേറ്റർ റണ്ണിങ് കണ്ടീഷനിൽ ഹീറ്റ് ഉണ്ടാവും അല്ലേ. സോ ഹീറ്റ് നമുക്കറിയാം, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസിൽ വേരിയേഷൻ ഉണ്ടാവും. കണ്ടക്ടറിൻ്റെ കേസിലാണെങ്കിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്, അതായത് ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ നമ്മൾ DC കൊടുത്തെടുക്കുന്ന വാല്യൂവിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും എന്ത് ഈ റണ്ണിങ് കണ്ടീഷനിൽ റെസിസ്റ്റൻസ് വരിക. അതുകൊണ്ട് നമ്മൾ ആദ്യം ബാറ്ററി വെച്ചിട്ടുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് RDC. ഓക്കെ, RDC എന്ന് പറയുന്നത് ബാറ്ററി വെച്ച് കണ്ടുപിടിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ആർമേച്ചർ റെസിസ്റ്റൻസ് = 1.6 ടൈംസ് ഓഫ് RDC. നമ്മൾ നോർമലി ഇത് കണ്ടെടുത്തുക, അതിന് 1.6 ഒരു ഫാക്ടറാണ്, ഇത്ര കൂടാം എന്നുള്ള ഒരു ലെവൽ വെച്ചിട്ട്. സോ 1.6 × RDC എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർമേച്ചർ റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നമുക്ക് പ്രോബ്ലത്തിലൊക്കെ ചിലപ്പോൾ ഡയറക്റ്റ് ഇത് വെച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡയറക്റ്റ് RA തന്നിട്ടുണ്ടാവും. ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലാബിൽ നിങ്ങളിപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ആർമേച്ചർ റെസിസ്റ്റൻസ്. EMF മെത്തേഡൊക്കെ ചെയ്തല്ലോ AC മെഷീൻ ലാബിൽ. അപ്പോൾ ആർമേച്ചർ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ RDC കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റണ്ണിങ് കണ്ടീഷനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 1.6 × RD, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ റൺ ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കേണ്ടി വരും. പക്ഷേ അത് എങ്കിലും അത്ര എഫക്റ്റീവായി കിട്ടില്ല. സോ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. RA = 1.6 × RDC. RDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെരിമെൻറ്റിനെ വോൾട്ട്മീറ്റർ റീഡിംഗ് ബൈ അമ്മീറ്റർ റീഡിംഗ്, ദാറ്റ് ഈസ് V/I. ഓക്കെ, അപ്പോൾ ആർമേച്ചർ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. ഓക്കെ, സോ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നോഡ് ലോഡ് ടെസ്റ്റ്. ഓക്കെ, ലോഡൊന്നും കൊടുക്കാതെ ഓൾട്ടർനേറ്ററിൻ്റെ ആർമേച്ചർ ചുമ്മാ ഓപ്പൺ ആക്കിയിട്ട് അവിടെ എന്ത് ചെയ്യുക? ഒരു വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യുക. ഒരു വോൾട്ട്മീറ്റർ ഒരു ഫേസിൽ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇപ്പോൾ ഫേസ് വാല്യൂ കിട്ടുക. 2 ലൈൻ അക്രോസ് ആണ് വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യുന്നതെങ്കിൽ ലൈൻ വാല്യൂ കിട്ടും. അപ്പോൾ അത് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ തരുന്നത് വെച്ച് നമ്മൾ സ്റ്റാർ കണക്ഷനാണോ ഡെൽറ്റ കണക്ഷനാണോ അതൊക്കെ നമ്മൾ പിന്നീട് നോക്കാം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ ഈ ഫേസ് ആറിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഫേസ് വാല്യൂ കിട്ടുക. സോ ഫേസ് വാല്യൂയിൽ വേണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. 3 ഫേസ് കണക്ഷൻ ആകുമ്പോൾ എല്ലാം ഫേസ് വാല്യൂയിൽ വേണം ചെയ്യാൻ അല്ലേ. സോ ദിസ് ടെസ്റ്റ് ഈസ് പെർഫോംഡ് ടു ഡിറ്റർമൈൻ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് പെർ ഫേസ്, ദാറ്റ് ഈസ് E0. സോ E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ നോ ലോഡ് വോൾട്ടേജ് പെർ ഫേസ് ആണ്. ഓക്കെ, സോ കണക്ഷൻ ഡയഗ്രാം എന്താ?
ജസ്റ്റ് ഓൾട്ടർനേറ്ററിൻ്റെ നമുക്കറിയാം എന്താണ് ഫീൽഡാണ് റൊട്ടേറ്റ് ചെയ്യുക, അതിലേക്ക് എന്താണ് ഡി സി സപ്ലൈ നമ്മൾ ഡി സി ജനറേറ്റർ വഴി കൊടുക്കും. ഇത് ഫീൽഡ് കൺട്രോൾ. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ എക്സൈറ്റേഷൻ കൺട്രോൾ ആവും. ഇതിലൂടെ പോകുന്ന കറണ്ട് കൺട്രോൾ ആയി കഴിഞ്ഞാൽ ഇതിലൂടെ ഉണ്ടാകുന്ന ഫ്ലക്സ് കൺട്രോൾ ആവും. സോ അങ്ങനെ നമുക്ക് ഇവിടുത്തെ ഇതിപ്പോൾ ആദ്യം മാക്സിമത്തിൽ വെക്കുമ്പോൾ കറണ്ട് കുറവായിരിക്കും. നമ്മളിപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ലാബിൽ. ഇത് മാക്സിമത്തിലാണ് വെക്കുന്നത്. സോ മാക്സിമത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഫീൽഡിലേക്കുള്ള കറണ്ട് കുറവായിരിക്കും, ഫ്ലക്സ് കുറവായിരിക്കും. സോ ഇത് വീണ്ടും കുറയ്ക്കും തോറും സംഭവിക്കുക, കൂടുതൽ കറണ്ട് പോകും, കൂടുതൽ ഫ്ലക്സ് ഉണ്ടാകും. സോ ഈ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടെയായിരിക്കും ഇ എം എഫ് ചെറിയ വാല്യൂന്ന് കൂടി വരും. എന്നിട്ട് അതിൻ്റെ സാച്ചുറേഷൻ ലെവൽ വരെ പോകും. അപ്പോൾ നോക്കിയാൽ ഒബ്സർവേഷൻ ടേബിൾ എന്താ വരുന്നത്, സീരിയൽ നമ്പർ, പിന്നെ വരുന്നത് ഫീൽഡ് കറൻറ്റ്, നോ ലോഡ് ഇ എം എഫ്. സോ ഫീൽഡ് കറണ്ട് കഴിഞ്ഞാൽ ഈ അമ്മീറ്ററിൽ നിന്ന് കിട്ടും അല്ലേ. സോ വോൾട്ടേജോ ഇവിടെ കിട്ടും. അപ്പോൾ നമ്മളിത് വാരി ചെയ്യും. ഇപ്പോൾ ആദ്യം റിയോസ്റ്റാറ്റ് മാക്സിമത്തിലാണ് വെക്കുക. നമ്മൾ മിനിമത്തിലേക്ക് വീണ്ടും കുറച്ച് വരുമ്പോൾ കറണ്ട് കൂടിയിട്ട് ഫ്ലക്സ് കൂടുമ്പോൾ ഇ എം എഫ് കൂടും. സോ ഡിഫറൻറ്റ് എന്താണ് ഫീൽഡ് കറണ്ടിന് എന്ത് ചെയ്യണം, നമുക്ക് ഈ നോഡ് എടുക്കണം. അത് സാച്ചുറേഷൻ ലെവലിനേക്കാൾ കൂടുതൽ, നമ്മൾ റേറ്റിനേക്കാൾ കുറച്ച് കൂടിയ വാല്യൂ വരെ നമ്മൾ എന്ത് ചെയ്യുക, റീഡിങ് എടുക്കുക, എന്നിട്ട് ഗ്രാഫ് എടുക്കുക. സോ ഓക്കെ, അപ്പോൾ ഗ്രാഫിൽ ഫീൽഡ് കറണ്ട് എക്സ് ആക്സിസിലെടുക്കുക, വോൾട്ടേജ് വൈ ആക്സിസിലെടുക്കുക, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. എന്നിട്ടിപ്പോൾ നമ്മൾ ടേബിൾ ഉണ്ടല്ലോ, ഈ ടേബിളിലെ വാല്യൂ വെച്ചിട്ട് നിങ്ങൾ ലാബ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിന് IF 1 ആംപിയർ, പോയിൻറ്റ് സംതിങ് ആംപിയർ ആണെങ്കിൽ എത്ര വോൾട്ടേജാണ്, പോയിൻറ്റ് മാർക്ക് ചെയ്യുക. അടുത്ത വാല്യൂവിന് എത്ര വോൾട്ടേജ് ഉണ്ട്, അങ്ങനെ മാർക്ക് ചെയ്ത് നമുക്കൊരു പോയിൻ്റ് ഇട്ടിട്ട് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ OCC ഇങ്ങനെ കിട്ടും. സോ ഇതാണ് സാച്ചുറേറ്റഡ് വാല്യൂ. സോ നമുക്കൊരു റേറ്റഡ് വാല്യൂ ഇതാണെങ്കിൽ ഇങ്ങനെ പോകും. സോ പോയിട്ട് ഇങ്ങനെ വരും. സോ ഇതാണ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൻ്റെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. നോർമലി ജസ്റ്റ് ഫീൽഡ് എക്സൈറ്റേഷൻ മാക്സിമത്തിൽ വെച്ചിട്ട് കൊടുക്കുക. മിനിമൈസ് ചെയ്യുന്നതോറും കറണ്ട് കൂടും, ഫ്ലക്സ് കൂടും, അപ്പോൾ ഇ എം എഫ് വാരി ചെയ്യും, ഇനി കൂടുതലാവും. സോ ഓപ്പൺ സർക്യൂട്ടാണ്, നോ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഡിഫറൻറ്റ് ഫീൽഡ് കറണ്ടിന് എന്തെടുക്കണം, ഇ എം എഫ് എടുക്കണം. എന്നിട്ട് ഫീൽഡ് കറണ്ട് എക്സ് ആക്സിസിലും വോൾട്ടേജ് വൈ ആക്സിസിലും എടുത്തൊരു ഗ്രാഫ് വരയ്ക്കുക. ആ ഗ്രാഫിനെയാണ് നമ്മൾ OCC, ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, ദ ഫീൽഡ് വൈൻഡിങ് ഈസ് കണക്റ്റഡ് ടു എ DC സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ ഫീൽഡ് റിയോസ്റ്റാറ്റ് ആൻഡ് ആൻ അമ്മീറ്റർ. അപ്പോൾ ആ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഓക്കെ, ദ ഓൾട്ടർനേറ്റർ ഈസ് റൺ ഓൺ നോ ലോഡ് അറ്റ് ദ റേറ്റഡ് സ്പീഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ റേറ്റഡ് സ്പീഡിൽ വേണം ഓൾട്ടർനേറ്റർ റൺ ചെയ്യിക്കാൻ. ദ ഫീൽഡ് കറൻറ്റ് IF ഈസ് ഗ്രാജുവലി ഇൻക്രീസ്ഡ് ഇൻ സ്റ്റെപ്സ് ഫ്രം 0 ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫീൽഡ് റിയോസ്റ്റാറ്റ്. അതല്ല, ഈ ഫീൽഡ് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഈ കറണ്ട് വാരി ചെയ്യണം. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫീൽഡ് കറണ്ട് ഈസ് ഗ്രാജുവലി ഇൻക്രീസ്ഡ് ഇൻ സ്റ്റെപ്സ് ഫ്രം 0 ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫീൽഡ് റിയോസ്റ്റാറ്റ് ആൻഡ് കറസ്പോണ്ടിങ് റീഡിങ്സ് ആർ നോട്ടഡ് ആസ് ഷോൺ ഇൻ ടേബിൾ. ആ ടേബിളിൽ കാണുന്ന പോലെ ഡിഫറൻറ്റ് ഫീൽഡ് കറൻറ്റ്സിന് ഡിഫറൻറ്റ് ഇ എം എഫ് എടുക്കുക. ദ വോൾട്ടിമീറ്റർ ഇൻഡിക്കേറ്റ്സ് നോ ലോഡ് വോൾട്ടേജ്. എ കർവ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബിറ്റ്വീൻ നോ ലോഡ് വോൾട്ടേജ് പെർ ഫേസ് E0 ആൻഡ് ഫീൽഡ് കറണ്ട്. അപ്പോൾ ഫീൽഡ് കറൻറ്റും നോ ലോഡ് വോൾട്ടേജ് പെർ ഫേസ് തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുക. ദിസ് ഈസ് നൗൺ ആസ് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഫീൽഡ് കറൻറ്റ് എക്സ് ആക്സിസിലെടുക്കുക, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് വൈ ആക്സിസിലെടുക്കുക, ആ വാല്യൂസ് മാർക്ക് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്തത് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റാണ്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്ത് ചെയ്യുക നോക്കിക്കേ. ഇതാ ആർമേച്ചറിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, മൂന്നും ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മൂന്നും ഷോർട്ട് ചെയ്യുക. സോ ഷോർട്ട് ചെയ്യാൻ വെച്ചാൽ ഹൈ കറണ്ട് അല്ലേ. സോ ഫുൾ ലോഡാണ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഷോർട്ട് സർക്യൂട്ട് മീൻസ് ഹൈ കറണ്ടാണ്, ഫുൾ ലോഡും നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ വോൾട്ടേജ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്താൽ, ഇപ്പോൾ ഫീൽഡ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫുൾ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തെന്ന് വിചാരിക്കുക. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വളരെ കൂടുതലായിരിക്കും, മെഷീനൊക്കെ കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നമ്മൾ ചെയ്യില്ല. അതിന് പകരം നമ്മളിവിടെ റേറ്റഡ്, ഈ ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റേറ്റഡ് കറണ്ടാണ് ഉണ്ടോ, ഇവിടെ നമ്മൾ റേറ്റഡ് കറൻറ്റ് വരെയേ ചെയ്യുള്ളൂ. ഇപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൻ്റെ ഡയഗ്രാം കണ്ടോ, ഇവിടെ നമ്മൾ വോൾട്ട് മീറ്റർ എടുത്തിരിക്കുന്നത് റേറ്റഡ് വോൾട്ടേജ് വരെ, അല്ലെങ്കിൽ റേറ്റഡ് വോൾട്ടേജിനെ കുറച്ച് കൂടുതൽ വരെ എടുത്തിട്ടാണ് നമ്മൾ നോ ലോഡ് EMF കണ്ടുപിടിക്കുക. അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത് OCC. ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് ഹൈ കറണ്ട് ആയിരിക്കും. സോ ഇപ്പോൾ നമ്മൾ ഫീൽഡ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മെഷീൻ്റെ റേറ്റഡ് കറണ്ട് വരെ നമ്മൾ എടുക്കുള്ളൂ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ. എടുക്കുള്ളൂ. എന്നിട്ട് നമ്മളത് കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രാഫ് വരച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. റേറ്റഡ് കറണ്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ടേബിൾ നോക്കിക്കേ, ഫീൽഡ് കറണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമ്മീറ്റർ റീഡിങ്, അതായത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അപ്പോൾ ചെറിയ ഡിഫറൻറ്റ് എന്തെടുക്കാം, IF കൂട്ടി നമുക്ക് ഏകദേശം റേറ്റഡ് കറണ്ടിനേക്കാൾ കുറച്ച് കൂടുതൽ വരുന്നത് വരെ ഈ അമ്മീറ്റർ റീഡിങ് എടുക്കുക. ദാറ്റ് ഈസ് IF ആൻഡ് ISC. IF എന്ന് പറഞ്ഞാൽ ഫീൽഡ് കറണ്ട്, ഈ അമ്മീറ്റർ റീഡിങ് A1, ISC എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, ദാറ്റ് ഈസ് അമ്മീറ്റർ റീഡ് A2. ഓക്കെ, ഇത് നമുക്ക് ഗ്രാഫ് വരയ്ക്കണം.
വീണ്ടും എക്സ് ആക്സിസിൽ ഐ എഫ് എടുക്കുക, വൈ ആക്സിസിൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC എടുക്കുക, എന്നിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ഇത് വെച്ചിട്ട് ഐ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ISC വാല്യൂ പോയിന്റ് മാർക്ക് ചെയ്യുക. നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ദാറ്റ് ഈസ് SCC. സോ നോ ലോഡ് ടെസ്റ്റിൽ നമുക്ക് OCC കിട്ടും, ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൽ നമുക്ക് SCC കിട്ടും, ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഇതിൻ്റെയും കൂടി ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇതിന് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഓൾ ദ 3 phases ആർ ഷോർട്ടഡ് വിത്ത് 1 ammeter. അത് ഫിഗറിൽ കണ്ട പോലെ ദ ഓൾട്ടർനേറ്റർ ഈസ് റൺ അറ്റ് ഇറ്റ്സ് റേറ്റഡ് സ്പീഡ്. അതെപ്പോഴും റേറ്റഡ് സ്പീഡ് തന്നെ റൺ ചെയ്യേണ്ടത്. ദ ഫീൽഡ് കറണ്ട് IF ഈസ് ഗ്രാജുവലി ഇൻക്രീസ്ഡ് ഇൻ സ്റ്റെപ്സ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, ഫീൽഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യുക ഫ്രം 0 ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫീൽഡ് റിയോസ്റ്റാറ്റ്. ഇതൊക്കെ നമ്മൾ തന്നെ. അണ്ടിൽ ഷോർട്ട് സർക്യൂട്ട് ആർമേച്ചർ കറണ്ട് ISC ഈസ് നോട്ടീസ്ഡ് ആൻഡ് ടാബ്ലേറ്റഡ്. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് നോട്ട് ചെയ്യുക, ടാബ്ലേറ്റ് ചെയ്യുക. ദ റീഡിങ്സ് ഓഫ് അമ്മീറ്റർ A1 ആൻഡ് A2 ആർ നോട്ടഡ്. ഇത് അമ്മീറ്റർ A2 റീഡ്സ് ദ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് പെർ ഫേസ് ആണ്. ആൻഡ് എന്താണ്, എന്നിട്ട് ഒരു കർവ് വരയ്ക്കണം. ഏതൊക്കെയാണ് IFും ISCയും തമ്മിൽ. ആ കർവ് ക്യാൻ ബി ഡ്രോൺ ബിറ്റ്വീൻ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് പെർ ഫേസ് ISC ആൻഡ് ഫീൽഡ് കറണ്ട് IF. നമ്മൾ എക്സ് ആക്സിസിൽ IF എടുക്കുക, വൈ ആക്സിസിൽ ISC എടുക്കുക, ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. ദാറ്റ് ഈസ് നോൺ ആസ് ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണം ഫ്രം ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നമുക്ക് രണ്ടും എന്താ, സിങ്ക്രണസ് ഇംപിഡൻസ് ക്യാൻ ബി ഒബ്റ്റൈൻ. ZS നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിങ്ക്രണസ് ഇംപിഡൻസ് ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സിങ്ക്രണസ് ഇംപിഡൻസ് √(r²+x²) അല്ല, സിങ്ക്രണസ് റിയാക്റ്റൻസ്. സോ അത് കിട്ടും ഡയറക്റ്റ് ആയിട്ട്. സോ സിങ്ക്രണസ് ഇംപിഡൻസ് പെർ ഫേസ് ഈസ് ഈക്വൽ ടു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അതായത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ കിട്ടിയ ഒരു പർട്ടിക്കുലർ ഫീൽഡ് കറണ്ട്, ഇപ്പോൾ ഫീൽഡ് കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ഫീൽഡ് കറണ്ടിൽ കിട്ടുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആ ഫീൽഡ് കറണ്ട് തന്നെ കിട്ടുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഈസ് ഈക്വൽ ടു സിങ്ക്രണസ് ഇംപിഡൻസ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻ. ZS ഈക്വൽ ടു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് പെർ ഫേസ് E0 ഡിവൈഡഡ് ബൈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC. സോ E0 ബൈ ISC ഈസ് ഈക്വൽ ടു ZS. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് സിങ്ക്രണസ് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് OC ഡിവൈഡഡ് ബൈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. സോ ഇതാണ് എന്ത്, സിങ്ക്രണസ് ഇംപിഡൻസ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിങ്ക്രണസ് ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ഓക്കെ, സോ ഇത്രയാണ്